ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 251. തിമോത്തിയോസ് എഫെസോസിൽ താമസിക്കുവാൻ പൗലോസ് ആവശ്യപ്പെട്ടതിൻ്റെ കാരണങ്ങൾ ഓർപ്പിച്ചുകൊണ്ടാണ് ഈ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരർത്ഥകമായ വാദപ്രതിവാദം കൊണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നവരുടെയും മറ്റുള്ളവർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവരുടെയും സംസാരത്തെ നിയന്ത്രിക്കാൻ പൗലോസ് തിമോത്തിയോസിനോട് ആജ്ഞാപിക്കുകയാണ്. പഴയ നിയമ വംശാവലികളെ ആധാരമാക്കി രസകരമായ കെട്ടുകഥകൾ ചമയ്ക്കുന്നതിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള ധർമ്മോപദേഷ്ടന്മാർ ബിരുദന്മാരായിരുന്നു. അതിനവർ യഹൂദ പാരമ്പര്യങ്ങളായ തൽമൂദുകളെ ആശ്രയിച്ചു വന്നിരുന്നു. തൽമൂദുകളിൽ ധാരാളം കെട്ടുകഥകളും ശരിയായ പല ചരിത്രങ്ങളും ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടുകഥകളെ വിശ്വസിക്കാതെ യഥാർത്ഥ വിശ്വാസം ഉളവാക്കുന്ന ശുദ്ധ മനസാക്ഷിയും നിർമ്മല ഹൃദയവും ഉള്ളവരായി തീരുവാൻ അവരെ ഉപദേശിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത്. അക്കാലത്ത് ധർമ്മോപദേഷ്ടന്മാരായി ചമഞ്ഞ പലരും സഭയെ ശരിയായ നിലയിൽ പണിയുന്നതിനോ ദൈവജനത്തെ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർത്തുന്നതിനോ ശ്രമിക്കാതെ വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ സ്വന്തം വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾ അനുഷ്ഠിക്കേണ്ട ഒരു നിയമസംഹിത തന്നെ ഇവർ എഴുതിയുണ്ടാക്കി. ഇക്കാലത്തും ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ അടങ്ങിയ ഉപദേശ ഗ്രന്ഥങ്ങൾ പല ഇടത്തും നാം കാണുന്നുണ്ട്. കൂടാതെ ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് അത് നല്ലതെന്നാണ്. ഒരു കണ്ണാടിക്ക് സമാനമാണ് ന്യായപ്രമാണം. നമ്മുടെ മുഖത്തുള്ള അഴുക്ക് കണ്ണാടി വ്യക്തമായി കാണിച്ചു തരും. പക്ഷേ ആ അഴുക്ക് കഴുകിക്കളയുവാൻ കണ്ണാടിക്കാകില്ലല്ലോ. അതുപോലെ ന്യായപ്രമാണം നമ്മെ പാപിയാണെന്ന് ബോധ്യപ്പെടുത്തും. പക്ഷേ ന്യായപ്രമാണം പാപിയെ രക്ഷിക്കുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ന്യായപ്രമാണത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഏകദേശം 14 തരം ആളുകളെ വരച്ച് കാണിക്കുകയാണ് ഇവിടെ പൗലോസ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ അത് നല്ലതാണ്. പാപബോധം ഉളവാകത്തക്കവണ്ണം അത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതിലാണ് ന്യായപ്രമാണം ന്യായോചിതമായി ഉപയോഗിക്കപ്പെടുന്നത്. മാത്രമല്ല, ധന്യനായ ദൈവം പൗലോസിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന തേജസ്സുള്ള സുവിശേഷത്തിന് അനുരൂപമായിട്ടുള്ളതാണ് ഈ പത്യോപദേശമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, ക്രിസ്തുവിനെക്കുറിച്ച് മനുഷ്യരോട് പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷം അത് തേജസ്സാർന്നതാണ്. ആ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ സവിശേഷതകൾ നാം അറിയേണ്ടതാണ്. അത് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷമാണ്. അത് പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദാനം ചെയ്ത സുവിശേഷം തന്നെയാണ്. അത് ലജ്ജിപ്പാൻ ആവശ്യമില്ലാത്ത സുവിശേഷമാണ്. അത് ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം തന്നെയായിരിക്കുന്നു. അത് എല്ലാവരുടെയും രക്ഷയുടെ സുവിശേഷമാണ്. മാത്രമല്ല, അത് സമാധാന സുവിശേഷം കൂടിയാണ്, ദൈവകൃപയുടെ സുവിശേഷം. നോക്കൂ, പിതാവിനോട് സമനായിരുന്നവൻ ഈ പാപമണ്ഡലത്തിലേക്ക് അവതരിച്ചു. അവൻ മുഴു ലോകത്തിൻ്റെയും രക്ഷകനായിട്ടാണ് അവതരിച്ചത്. മനുഷ്യവർഗത്തിനായി മരിച്ച് രക്ഷാവേല പൂർത്തിയാക്കുവാനാണ് ക്രിസ്തു കടന്നു വന്നത്. അത് വിശ്വാസ്യവും ക്രിസ്തീയ അനുഭവത്തിൻ്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ പ്രഖ്യാപനവുമാണ്. ഏവർക്കും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ് ക്രിസ്തു. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനമാണ്. പൗലോസിനെ പോലെ പാപികളിൽ പ്രമുഖരായവരെ പോലും രക്ഷിപ്പാൻ ക്രിസ്തുവിന് കഴിഞ്ഞു എങ്കിൽ മറ്റേതൊരു ഹീന പാപിയെയും രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനും യോഗ്യനുമാണ്. സുവിശേഷത്തിൻ്റെ സാരാംശം തന്നെ വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. കൂടാതെ മറ്റെല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ ഇവിടെയും പൗലോസിൻ്റെ വ്യക്തിപരമായ സാക്ഷ്യം 12 മുതൽ 17 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ താൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു എന്ന് പൗലോസ് തന്നെപ്പറ്റി ഇവിടെയും പറയുന്നു. എങ്കിലും എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇക്കാര്യം പൗലോസ് നന്ദിപൂർവ്വം ഓർക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം.